നമസ്കാരം. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഒരു അഭിഭാഷകൻ്റെ ചരമവാർത്തയ്ക്ക് കീഴിൽ സോഷ്യൽ മീഡിയയിൽ നിരവധി കമൻറ്റുകൾ കണ്ടു. നൂറുകണക്കിന് കമൻറ്റുകളാണ് കണ്ടത്. അത് പരേതന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള കമൻറ്റുകളല്ല. 90% കമൻറ്റുകളും മരിച്ചുപോയ വ്യക്തിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ്. മരിച്ചുപോയ ഒരാളെ കുറ്റം പറയാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷേ ആ കമൻറ്റുകളിൽ ഒരു 90%-ത്തിലധികവും ആ വ്യക്തിയെ അധിക്ഷേപിച്ചുകൊണ്ടും ശപിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് കണ്ടത്. അതിലൊരു കമൻറ്റ് ഇങ്ങനെയായിരുന്നു: ഒരുപാട് പേരുടെ ശാപം ഏറ്റുവാങ്ങിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗതി വന്നത്. ഞാൻ ആലോചിച്ചു, ശാപത്തിന് ഇത്ര വലിയ ശക്തിയുണ്ടോ? ഉണ്ടെന്നാണ് ഉത്തരം. മഹാഭാരതം ആരംഭിക്കുന്നത് ഒരു പട്ടിയുടെ ശാപത്തോടു കൂടിയാണ്. സരമ എന്ന് പറഞ്ഞ ഒരു പട്ടിയുടെ ശാപം. സരമയുടെ മുമ്പിലേക്ക് നായ്ക്കുട്ടികൾ, സരമയുടെ മക്കൾ ഒരു പരാതിയിട്ട് വരികയാണ്. എന്താണ് ആ പരാതി? ജനമേജയൻ എന്ന മഹാരാജാവിൻ്റെ യജ്ഞസ്ഥലത്ത് നിന്ന് തങ്ങളെ ആട്ടിപ്പായിച്ചു, ഉപദ്രവിച്ച് ഓടിച്ചു. ഇതാണ് ആ കുട്ടികൾ സരമയോട് പറയുന്നത്. അപ്പോൾ സരമ പറയും, നിങ്ങളെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചിട്ടുണ്ടാവും. ഒന്നുകിൽ നിങ്ങൾ പോയിട്ട് അവിടുത്തെ ഈ ഹവിസ് ഉണ്ട്, അതായത് യജ്ഞത്തിന് ഉപയോഗിക്കുന്ന ഹവിസ്, അതിൽ തലയിട്ട് നോക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതൊന്നും മണപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ ആ യജ്ഞസ്ഥലത്ത് പോയിട്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജനമേജയൻ്റെ ആളുകൾ നിങ്ങളെ തല്ലി ഓടിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ മക്കൾ പറയും, ഇല്ലമ്മേ, ഞങ്ങൾ ഒരു ഉപദ്രവം ഉണ്ടാക്കിയില്ല, ഞങ്ങൾ ആ യജ്ഞസ്ഥലത്ത് ചുമ്മാ നിൽക്കരുന്നത് കാണാൻ വേണ്ടി പോയി നിന്നതാണ്. ഒരു കാരണമില്ലാതെയാണ് ജനമേജയൻ്റെ ആളുകൾ ഞങ്ങളെ തല്ലി ഓടിച്ചത്. തല്ലി ഓടിക്കുക മാത്രമല്ല, ഞങ്ങളെ ഒരുപാട് വിഷമിപ്പിക്കുന്ന വാക്കുകളൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഓടിച്ചത് എന്നും പറഞ്ഞ് ഈ മക്കൾ സരമയുടെ മുമ്പിൽ നിന്ന് കരയാണ്. സരമയ്ക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ വരും. സരമ നോക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന രാജാവാണ്. രാജാവിന് എന്ത് ചെയ്യാനാണ്? ഒരു പട്ടിക്ക് രാജാവിന് എന്ത് ചെയ്യാൻ പറ്റും? വളരെ ദുർബലനല്ലേ പട്ടി. ആ പട്ടിക്ക് ഒരിക്കലും രാജാവിനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ശപിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സരമ കടുത്ത മനസ്താപത്തോടു കൂടി ജനമേജയനെ ശപിക്കുകയാണ്. എന്താണ് ആ ശാപം? താൻ ഈ ലോകം മുഴുവൻ അലയേണ്ടി വരും, മനസമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ട് ലോകം മുഴുവൻ അലയേണ്ടി വരുമെന്ന് ശപിക്കുകയാണ്. ആ ശാപം ജനമേജയനേൽക്കും. അവസാനം മനസമാധാനവും സ്വസ്ഥതയൊക്കെ നഷ്ടപ്പെട്ട് ലോകം മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ ജനമേജയൻ തക്ഷശിലയിൽ പോയിട്ട് വലിയ വലിയ മഹർഷിമാരെ കണ്ട് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടാണ് അല്പമെങ്കിലും മനഃശാന്തി കിട്ടിയത്. നമ്മൾ കരുതുന്ന പോലെ മഹർഷിമാർക്കോ അല്ലെങ്കിൽ ദൈവങ്ങൾക്കോ മാത്രമല്ല ശപിക്കാനുള്ള കഴിവ്. നിരായുധൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് ശാപം. ഇപ്പം നമ്മളെ ഒരാൾ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കരുതുക. അത് ചിലപ്പോൾ വാക്കുകളെ കൊണ്ടായിരിക്കും, ക്രൂരമായ വാക്കുകളെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റു പ്രവൃത്തികളെ കൊണ്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളെ ഉപദ്രവിക്കുന്നതും വേദനിപ്പിക്കുന്നതൊക്കെ. ഈ വേദനിപ്പിക്കുന്ന ആൾ നമ്മളെക്കാൾ അതിശക്തനായിരിക്കും. നേരത്തെ സരമയുടെ കാര്യം പറഞ്ഞ പോലെ അപ്പുറത്ത് ജനമേജയൻ എന്നുള്ള മഹാരാജാവായിരുന്നല്ലോ. അതേപോലെ നമ്മളെ വേദനിപ്പിക്കുന്ന ആൾ നമ്മളെക്കാൾ 10 മടങ്ങ് ശക്തിയുള്ള ആളായിരിക്കും. ആ ആളെ നമുക്ക് കായികമായിട്ടോ മറ്റൊരു തരത്തിലും നേരിടാൻ പറ്റില്ല. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? സരമ ചെയ്തതുപോലെ മനസ്സ് ചുട്ട് ശപിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ശാപം പലപ്പോഴും ഏൽക്കും. നമുക്ക് വേണ്ടിയും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നല്ല കാര്യം എന്ന് പറയുന്നത് അറിയാതെ പോലും മറ്റുള്ളവരുടെ ശാപം ഏൽക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ വീഡിയോ ഇവിടെ കൺക്ലൂഡ് ചെയ്യണം. റോബിൻ ശർമ്മയുടെ പ്രശസ്തമായൊരു വാചകമുണ്ട്: നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ കരഞ്ഞു, ലോകം ചിരിച്ചു. ഇനി നമ്മൾ മരിക്കുമ്പോൾ ലോകം കരയുകയും നമ്മൾ ചിരിക്കുകയും ചെയ്യുന്ന രീതിയിൽ ജീവിക്കുക. നന്ദി.